ഹലോ ഗൈസ്, വെൽക്കം ടു അരുണിമ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടിയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. സോ നമുക്ക് ഉണ്ടാക്കി വെക്കാം അല്ലേ. സോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ബീഫാണ്. അപ്പോൾ നമ്മൾ 1.5 കിലോ ബീഫ് ആദ്യം കുക്കറിലേക്ക് ഇടുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. കുറച്ച് കാശ്മീരി മുളക് പൊടി. നെക്സ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അത് ഓരോരുത്തരെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിടാം. അത്യാവശ്യം ഉപ്പൊക്കെ വേണം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കണം. ഒരു 3 വിസിൽ മതി. 3 വിസിൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇനി നമ്മൾ കുക്കറിൽ വിസിൽ വരുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഗ്രേവി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേവിൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ്. മറ്റേ അടുപ്പത്ത് കുക്കറിൽ നമ്മളെ ബീഫും കൂടെ റെഡി ആവുന്നുണ്ട്. ഓക്കെ, നമ്മളിനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ പെരിഞ്ജീരകം, അതെ അത്ര പെരിഞ്ജീരകം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞങ്ങൾ കുറച്ച് മുളക് കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ, കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കുത്തുന്ന മണമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അടി പിടിക്കാതെ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഇടാൻ പോകുന്നത്. ആവശ്യത്തിന് ചെറിയുള്ളി. അടുത്തത് നേരത്തെ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി. ഞങ്ങളൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. നമ്മൾ ഉള്ളിയൊക്കെ അത്യാവശ്യം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ലാസ്റ്റായിട്ട് ഇടാൻ പോകുന്നത്. അതിന് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടിയാണ് എടുക്കണേ. ഇത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. നമ്മളിവിടെ ഒരു 1.5 ടീസ്പൂൺ 2.5 ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, അതും കുറച്ച് ആവശ്യത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി, അതും കുറച്ച്. നെക്സ്റ്റ് കാശ്മീരി മുളക് പൊടി കൂടെ ഇടാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യാം. ഒരു
ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ കുത്തുന്ന സ്മെല്ലൊക്കെ പോകുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കുക. ലോ ഫ്ലെയിമിൽ ഇളക്കുക, അടി പിടിക്കരുത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ബീഫ് ഇവിടെ ആയിട്ടുണ്ട്. നമ്മളിത് ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഏകദേശം നമ്മുടെ ബീഫ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ഇടാൻ പോകുന്നത്, കുറച്ചൊരു സ്പൈസിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഇടാം. പിന്നെ നമ്മളിത് നല്ല ബ്രൗൺ കളർ ആക്കുന്നില്ല, അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി നല്ല കുറയും. അതിന് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. മല്ലിയിലുണ്ടേ, കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാണ്. ലാസ്റ്റ് മല്ലിയിലും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്യും. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് നമ്മൾ ഫൈനലായി. ഏകദേശം ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാവുക ഗൈസ്. നോക്കൂ ഗൈസ്, ഞങ്ങളുടെ ബീഫ് അങ്ങനെ ഇവിടെ റെഡിയായി. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടാം. ബൈ.